ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസായ ഏറ്റവും പുതിയ സിനിമ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ കഥയിലേക്ക് പോയാലോ. ഇതാണ് വേണു തൻ്റെ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് തിരികെ തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ വീട്ടിലെത്തിയ ശേഷം വേണു പരീക്ഷയ്ക്ക് കൃത്യമായി ഉത്തരമൊന്നും എഴുതിയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ്റെ അച്ഛൻ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി ചോദ്യം ചോദിച്ച ശേഷം അവനെ പൊതിരെ തല്ലുകയാണ്. അങ്ങനെ അച്ഛൻ്റെ അടി കിട്ടി വേണു അകത്തു പോയിരുന്ന് കരയുമ്പോൾ വേണുവിൻ്റെ അനിയത്തി അമ്മയോട് വന്ന് പറയും, ചേട്ടന് നല്ല വിഷമമായിട്ടുണ്ട്, അകത്തിരുന്ന് കരയുകയാണ് എന്ന്. എന്നാൽ അപ്പോൾ അമ്മ പറയും, നീ അപ്പുറത്തെ കണാരേട്ടൻ്റെ കടയിൽ പോയി 2 പരിപ്പ് വട വാങ്ങി കൊടുക്ക്, അത് കാണുമ്പോൾ അവൻ്റെ സങ്കടം പോകുമെന്ന്. അങ്ങനെ അവൻ്റെ അനിയത്തി കടയിൽ പോയി അവന് 2 പരിപ്പ് വട വാങ്ങി കൊടുക്കും. വേണുവിന് അത് കാണുമ്പോൾ സന്തോഷമാകും. അപ്പോഴാണ് ആ പരിപ്പ് വട വാങ്ങി വന്ന പേപ്പറിൽ വീട്ടിൻ്റെ അടുത്ത് നാടകം നടക്കുന്ന കാര്യം വേണു കാണുന്നത്. വേണുവിന് നാടകത്തിൽ അഭിനയിക്കാനും അത് കാണാനുമൊക്കെ വലിയ താല്പര്യമാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ല പ്രായമായ വേണുവിനെയാണ്. വേണു ഒരു കാർ യാത്രയിൽ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഡ്രൈവറോട് പറയുകയാണ്. അങ്ങനെ വേണു വീണ്ടും തൻ്റെ കഥ പറയാൻ ആരംഭിക്കും. ആ പരിപ്പുവട തിന്ന ശേഷം വേണു വീടിന്റെ അടുത്ത് നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടുകയാണ്. വേണു അങ്ങനെ അവിടെ എത്തി നാടകത്തിന്റെ കർട്ടൻ വലിക്കുന്ന ആളായിട്ട് നിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ നിന്നോളാൻ പറയും. എന്നാൽ അപ്പോഴാണ് അവരുടെ നാടകത്തിലെ വയലിൻ വായിക്കുന്ന ആൾ എത്തിയില്ല എന്ന് ആശാൻ അറിയുന്നത്. ആശാൻ ഉടനെ വേണുവിനെ അടുത്തേക്ക് വിളിച്ച ശേഷം പറയും, സാഹിബിന്റെ വീട്ടിൽ മുരളി എന്ന് പേരുള്ള ഒരു വയലിനിസ്റ്റ് ഉണ്ട്, നീ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും. അങ്ങനെ വേണു സൈക്കിളും എടുത്ത് മുരളിയെ കൂട്ടിക്കൊണ്ടുവരാനായി പോകും. ഇതാണ് മുരളി നല്ലൊരു പാട്ടുകാരനും വയലിനിസ്റ്റുമാണ്. അങ്ങനെ സാഹിന്റെ വീട്ടിലെ പാർട്ടിയിൽ മുരളി നന്നായി പാടി എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേണു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. വേണു അങ്ങോട്ടേക്ക് ചെന്ന് മുരളിയോട് പറയും, എന്നെ ആശാൻ പറഞ്ഞു വിട്ടതാണ്, അതുകൊണ്ട് ആശാൻ നിങ്ങളോട് വരാൻ പറഞ്ഞു എന്ന് പറയും. മുരളി അങ്ങനെ സാഹിബിന്റെ വീട്ടിലെ കാറും എടുത്ത് വേണുവിനെയും കൊണ്ട് നേരെ നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് വരും. എന്നാൽ മുരളി ആകെപ്പാടെ കുടിച്ച് ബോധമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ നാടകം തുടങ്ങും. ബാക്ക്ഗ്രൗണ്ട് സ്കോറായി വയലിൻ വായിക്കാനായി മുരളി അവിടേക്ക് വരും. എന്നാൽ മുരളിയുടെ ബ്യൂട്ടിഫുള്ളായ വയലിൻ വായന കൊണ്ട് മാത്രം ഇത്രയും ബോറായ നാടകം ആളുകൾക്കെല്ലാം വളരെ ഇഷ്ടത്തോടെ കാണുന്നത് വേണു കാണും. അങ്ങനെ വേണുവിന് മുരളി നല്ലൊരു കലാകാരനാണെന്ന് മനസ്സിലാക്കി നാടകം കഴിഞ്ഞ് അവർ 2 പേരും തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വേണു മുരളിയോട് ചോദിക്കും, നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാണല്ലോ, നിങ്ങൾക്ക് മദിരാശിയിലേക്ക് പോകാൻ പാടില്ലേ, അവിടെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയും. എനിക്ക് സിനിമയിൽ പാടാനൊന്നും താല്പര്യമില്ല, എനിക്കിങ്ങനെ സ്വന്തമായി പാട്ടും പാടി നടക്കാനാണ് ഇഷ്ടമെന്ന് പറയും. അങ്ങനെ വള്ളം മുരളിയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വേണുവിനോട് ബൈ പറഞ്ഞ് മുരളി വള്ളത്തിൽ നിന്ന് ഇറങ്ങും. പിന്നെ വേണുവും മുരളിയും കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. വേണുവിൻ്റെ കോളേജിൽ മുരളി ഒരു ബുക്ക് എടുക്കാനായി വന്നതാണ്. അങ്ങനെ മുരളിക്ക് വേണ്ടി വേണു ആ ബുക്ക് അന്വേഷിച്ച് ലൈബ്രറിയൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ലൈബ്രറിയൻ പറയും, BA ഇംഗ്ലീഷിലെ രവി ആ ബുക്ക് എടുത്തുകൊണ്ട് പോയി എന്ന്. വേണു മുരളിയോട് വന്ന് പറയും, BA ഇംഗ്ലീഷിലെ രവീണ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കയ്യിലാണ് ആ ബുക്ക് ഉള്ളത്. അങ്ങനെ മുരളി BA ഇംഗ്ലീഷിലെ രവീണയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ആ ബുക്ക് ഇരുന്ന് വായിക്കുകയാണ്. എന്നാൽ അവളെ ശല്യപ്പെടുത്തണ്ട എന്നും കരുതി വേണു തൻ്റെ ഒരു നോട്ട്ബുക്കിൽ ആ ബുക്ക് തനിക്ക് തരാമോ എന്ന് ചോദിക്കും. എന്നാൽ താൻ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ടില്ല, ഞാൻ വായിച്ചു കഴിഞ്ഞ ശേഷം നാളെ തിരികെ തരാമെന്ന് അവൾ പറയും. എന്നാൽ എനിക്ക് ആ ബുക്ക് വായിക്കാൻ വളരെയധികം ആകാംക്ഷയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി തൻ്റെ വീട്ടിൽ വന്ന് ബുക്ക് വായിച്ചോട്ടെ എന്ന് മുരളി ചോദിക്കും. അങ്ങനെ രവീണ തൻ്റെ വീടിൻ്റെ അഡ്രസ്സ് മുരളിക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അന്ന് രാത്രി തിരികെ വീട്ടിലെത്തിയ മുരളി ആ ബുക്ക് വായിക്കാനുള്ള ആകാംക്ഷയിൽ അവൾ പറഞ്ഞ സമയത്ത് തന്നെ സൈക്കിളും എടുത്ത് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നാൽ അപ്പോഴേക്കും അവൾ ബുക്കും വായിച്ചു തീർന്ന് പടിപ്പുരയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ആ ബുക്ക് അവൾ മുരളിക്ക് കൊടുക്കും. എന്നാൽ അവർക്ക് 2 പേർക്കും പരസ്പരം എന്തോ ഒരു ഇഷ്ടം തോന്നും. എന്നാൽ അത് കഴിഞ്ഞ് മുരളി വേണുവിനെ കാണാനെന്നും പറഞ്ഞ് കോളേജിൽ വന്ന് രവീണയുമായി നല്ല ഫ്രണ്ട്സ് ആകുകയും അതുവഴി അവളുടെ ഫാമിലിയുമായി മുരളി നല്ല അടുപ്പത്തിലാവുകയും ചെയ്യും. രവീണ ചേച്ചിയോടൊപ്പവും അവളുടെ ഹസ്ബൻഡിനോടൊപ്പവും അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം മുരളി വേണുവിനോട്, എനിക്ക് രവീണയെ ഇഷ്ടമാണ്, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയും. എന്നാൽ അത് കഴിഞ്ഞ് അന്ന് രാത്രി വേണു ഒരു നോവലിന്റെ ബാക്കി എഴുതിയ ശേഷം മുരളിക്ക് വായിക്കാൻ കൊടുക്കും. അത് വായിച്ച ശേഷം അവനോട് പറയും, നീ നന്നായി എഴുതുന്നുണ്ടല്ലോ, സിനിമയിൽ വല്ലതും നോക്കിക്കൂടെ എന്ന് ചോദിക്കും. അടുത്ത ദിവസം മുരളി രവീണയെ കാണാൻ അവളെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ ചേച്ചി പറയും, ഞങ്ങളുടെ അമ്മ മരിച്ച ശേഷം രവീണ ചിരിച്ചു കാണുന്നത് മുരളി വന്ന ശേഷമാണ്, പിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയും. ശേഷം രവീണ മുരളിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം അവന് വിളമ്പി കൊടുക്കും.
ഇതിനിടയിൽ മുരളി രവീനയെ പ്രപ്പോസ് ചെയ്യും. എന്നാൽ പെട്ടെന്ന് അവൾ അപ്സെറ്റായ ശേഷം മുരളിയോട് പറയും, ഇഷ്ടമല്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. അവിടെ നിന്ന് ഇറങ്ങിപ്പോയ മുരളി വീണ്ടും തിരികെ വന്ന് അവളോട് പറയും, എനിക്കറിയാം നിനക്കിഷ്ടമാണെന്ന്, എന്താ കാര്യമെന്ന് പറയാൻ പറയും. അവൾ പറയും, ഒരു ദിവസം ഞാനും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി ഡാൻസ് കളിക്കുന്നതിനിടയിൽ അദ്ദേഹം എന്നോട് കിസ് ചെയ്തോട്ടോ എന്ന് ചോദിച്ചു. പതുക്കെ പതുക്കെ ഞങ്ങൾ തമ്മിൽ അടുക്കാൻ തുടങ്ങി എന്ന് മുരളിയോട് പറയും. കേട്ട മുരളി വിഷമത്തോടെ അവളോട് ചോദിക്കും, അപ്പോൾ നമ്മൾ തമ്മിൽ എന്ത് റിലേഷൻ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് എന്ന് മാത്രം അവൾ പറയും. ഇതെല്ലാം കേട്ട വിഷമത്തിൽ മുരളി റവീനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വന്ന് മുരളി എന്താ ഇപ്പോഴേ പോകുന്നതെന്ന് ചോദിക്കും. മുരളി ദേഷ്യത്തിൽ അവനെ ഒരു നോട്ടം നോക്കും. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇത്രയും കഥ കേൾക്കുകയായിരുന്ന ഡ്രൈവർ വേണുവിനോട് ബാക്കി കഥ പറയാൻ പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം മുരളിയും വേണുവും കൂടി മദിരാശിയിലേക്ക് പോവുകയാണ്. എങ്ങനെയെങ്കിലും സിനിമയിൽ കയറുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ അവർ രണ്ടുപേരും മദിരാശിയിലെത്തും. തങ്ങൾക്കുള്ളതെല്ലാം വിറ്റുപറക്കി മദിരാശിയിലെ സോമീസ് ലോഡ്ജിൽ മുറിയെടുക്കും. സ്വാമി അവരോട് പറയും, ഇന്ന് സിനിമയിലുള്ള എല്ലാ പ്രമുഖരും എൻ്റെ ഈ ലോഡ്ജിൽ താമസിച്ചാണ് സിനിമാ ജീവിതം തുടങ്ങിയതെന്ന്. അതിനുശേഷം ആ ലോഡ്ജിലെ പയ്യൻ മുരളിയെയും വേണുവിനെയും കൊണ്ടുപോയി അവരുടെ റൂം കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവർ രണ്ടുപേരും ഓരോ ദിവസവും പല സ്ഥലങ്ങളിലായി ചാൻസ് ചോദിച്ചു പോകും. അവർ രണ്ടുപേരും ഒരുപാടധികം അലഞ്ഞിട്ടും അവർക്ക് രണ്ടുപേർക്കും സിനിമയിലൊന്നും ചാൻസ് കിട്ടിയില്ല. എന്നാൽ അങ്ങനെ ഒരു ദിവസം വേണുവിന് ചാൻസ് ചോദിച്ചു പോയപ്പോൾ സിനിമയിൽ വേണുവിന് ആർട്ട് വർക്കിൽ ഒരു ജോലി കിട്ടും. എന്നാൽ ഇതേ സമയം മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു പോയ മുരളിക്കും ഒരു സിനിമയിൽ വയലിൻ വായിക്കാൻ ചാൻസ് കിട്ടും. ആ കിട്ടിയ പൈസയ്ക്ക് അവർ രണ്ടുപേരും കുറച്ച് നാളുകൾക്ക് ശേഷം വയറ് നിറച്ച് ആഹാരം കഴിക്കും. ഇതൊക്കെ കഴിഞ്ഞ് വേണു ലൊക്കേഷനിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ സിനിമയിലെ ലീഡ് ആക്ട്രസ്സായ രാധികയ്ക്ക് മുരളിയോട് എന്തോ ഒരു അടുപ്പം തോന്നും. മുരളിക്ക് അവൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അവൾ കൊടുത്തയക്കും. ഇതേ സമയം മുരളി വർക്ക് ചെയ്യുന്നിടത്തെ പ്രൊഡ്യൂസറിനോട് ബാക്കിയുള്ളവരെല്ലാം സിനിമ വിജയിക്കുമെന്ന് പറയുമ്പോൾ മുരളി അയാളോട് മൂത്രമൊഴിക്കാൻ വരുമ്പോൾ പറയും, സാറിനെ ഇവന്മാരെല്ലാം പറഞ്ഞു പറ്റിക്കുകയാണ്, ആ സിനിമ ഒരു പൊട്ടപ്പടമാണെന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന പ്രൊഡ്യൂസർ മുരളിയോട് പറയും, എൻ്റെ ഈ സിനിമ പൊട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ പകുതി മീശ വടിക്കുമെന്ന്. അങ്ങനെ ഒരു ദിവസം ആക്ട്രസ് രാധികയുടെ റൂമിലേക്ക് വന്ന ആ സിനിമയിലെ മെയിൻ ആക്ട്രസ് അവളെ കടന്നു പിടിക്കുമ്പോൾ രാധിക ഒരുവിധം അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വേണുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന ശേഷം അവനോട് പറയും, നിനക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ ഒരിക്കൽ സിനിമയിലെ ഫേമസ് ഡയറക്ടറായ വിജയ് ധനുഷ് മുരളി നല്ലൊരു കമ്പോസറാണെന്ന് മനസ്സിലാക്കുകയും അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുകയും ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കടൽ തീരത്തിരിക്കുമ്പോൾ വിജയ് ധനുഷ് മുരളിയോട് പറയും, ഇവിടത്തെ പ്രൊഡ്യൂസർമാരൊക്കെ മദ്യവെച്ച് ബോധമില്ലാതിരിക്കുമ്പോൾ എന്നെ അവർ അങ്ങോട്ടേക്ക് വിളിക്കും, എന്നിട്ട് പാട്ട് കമ്പോസ് ചെയ്യാൻ പറയുമെന്ന് പറയും. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് മുരളി നന്നായി പാട്ട് കമ്പോസ് ചെയ്യുക എന്ന് വിജയ് ധനുഷ് മുരളിയോട് പറയും. ഇതൊക്കെ കഴിഞ്ഞ് മുരളി തന്റെ മുറിയിലേക്ക് വരുമ്പോൾ ആ സിനിമ പൊട്ടി ഡയറക്ടർ മുരളിയെ കാണാനായി അവന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ ഡയറക്ടർ മുരളിയോട് ചോദിക്കും, എനിക്ക് നല്ലൊരു സിനിമ പിടിക്കണം, നിന്റെ കയ്യിൽ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്. മുരളി അവിടെ നിന്ന് ഉടനെ ഓടി വേണുവിന്റെ അടുത്തേക്ക് വരും. വേണു രാധികയുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു. മുരളി വേണുവിനെയും കൂട്ടി പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ വേണു കഥ പറയുമ്പോൾ പ്രൊഡ്യൂസർക്ക് ഇഷ്ടമാവുകയും തന്റെ അടുത്ത സിനിമയിലെ ഡയറക്ടർ വേണു തന്നെയാണ് എന്ന് പറഞ്ഞ ശേഷം വേണുവിന് അഡ്വാൻസായി വലിയൊരു തുകയും അയാൾ കൊടുക്കും. അങ്ങനെ ഒരു ദിവസം വേണു മുരളിയോട് വന്ന് പറയും, എൻ്റെ സിനിമയിലെ എല്ലാ പാട്ടും നീ തന്നെ കമ്പോസ് ചെയ്യണമെന്ന്. എന്നാൽ മുരളി പറയും, അത് വേണ്ട, നീ മറ്റാരെങ്കിലും കൊണ്ട് ചെയ്താൽ മതിയെന്ന് പറയും. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിജയ് ധനുഷ് മുരളിയോട് വന്ന് പറയും, ഈ മാനസികാവസ്ഥയിൽ എനിക്ക് പാട്ടൊന്നും കമ്പോസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. എന്നാൽ മുരളി ആകട്ടെ താൻ കമ്പോസ് ചെയ്ത പാട്ട് വിജയ് ധനുഷിന് കൊടുക്കും. അങ്ങനെ മുരളി കമ്പോസ് ചെയ്ത പാട്ട് വിജയ് ധനുഷിന്റെ ആണെന്നും പറഞ്ഞ് വിജയ് ധനുഷ് വേണുവിന്റെ സിനിമയിൽ പാടും. അങ്ങനെ ആ പാട്ടൊരു ഹിറ്റ് ആവുകയും മദ്രാശിയിലെ എല്ലാവർക്കും ആ പാട്ട് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും. അങ്ങനെ ആ സിനിമയുടെ സക്സസ് ഫംഗ്ഷന് പോകുമ്പോഴേക്കും വേണു തന്റെ സിനിമയിലെ പാട്ടിന്റെ കമ്പോസറായ വിജയ് ധനുഷിനോടൊപ്പം ഫോട്ടോ എടുക്കുന്നതൊക്കെ വേണു നോക്കി നിൽക്കും. എന്നാൽ അതിനുശേഷം വേണു ഒരു തികഞ്ഞ മദ്യപാനിയായി മാറുകയും തന്റെ പാട്ടാണ് വേണുവിന്റെ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വേണുവിനോട് പറയാനാകാതെ വിഷമിച്ചിരിക്കും. അങ്ങനെ ഒരു ദിവസം കുറേ കാലങ്ങൾക്ക് ശേഷം വേണു മുരളിയെ അന്വേഷിച്ച് തങ്ങളുടെ പഴയ സ്ഥലത്തേക്ക് വരും. അവിടെ എത്തി മുരളിയെ കണ്ട ശേഷം വേണു മുരളിയോട് പറയും, എന്റെയും രാധികയുടെയും കല്യാണം ഉറപ്പിച്ചു, നീ കല്യാണത്തിന് വരണമെന്ന്. എന്നിട്ട് വേണു മുരളിയോട് പറയും, നീ കള്ളുകുടിച്ച് പ്രശ്നമുണ്ടാക്കുന്നതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയാറുണ്ട് എന്ന്. മുരളി അപ്പോൾ അവനോട് പറയും, ഓ നിനക്കപ്പോൾ പുതിയ ഫ്രണ്ട്സൊക്കെ ആയി അല്ലേ എന്ന്. എന്നിട്ട് അവനോട് പറയും, നീ പേടിക്കേണ്ട, നിന്നെ കല്യാണത്തിന് ഞാൻ പച്ചയ്ക്ക് മദ്യവെക്കാതെ തന്നെ വരുമെന്ന് പറയും. അതിനുശേഷം വേണു അവിടെ നിന്ന് പോകും. വേണു പോയ ശേഷം മുരളി ആ ലോഡ്ജ് ഓണർ സ്വാമിയോട് പറയും, വേണുവിന്റെ സിനിമയിലെ ആ പാട്ട് ഞാൻ കമ്പോസ് ചെയ്തതാണ്, പക്ഷെ ഞാനത് ആ പാവം വിജയ് ധനുഷിന് കൊടുത്തു എന്ന് പറയും. ഇത് കേൾക്കുന്ന സ്വാമി പറയും, ആ വിജയ് ധനുഷും എൻ്റെ ഈ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്,
അവൻ നിന്നെ പറ്റിക്കുകയായിരുന്നു, അവൻ ലോക ഫ്രോഡാണെന്ന് പറയും. അതിനുശേഷം മുരളി വിജയധനുഷിനെ പോയി കണ്ട ശേഷം അവനോട് പറയും, ആ പാട്ട് കമ്പോസ് ചെയ്തത് നീ തന്നെയാണെന്ന് എല്ലാവരോടും പറഞ്ഞു, പക്ഷേ വേണുവിനോട് ആ സോങ് കമ്പോസ് ചെയ്തത് ഞാനാണെന്നുള്ള സത്യം നീ പറയണമെന്ന് പറയും. വിജയ് ധനുഷ് മുരളിയെ അവിടെ നിന്ന് ആട്ടി ഓടി. മുരളി അങ്ങനെ കുടിച്ച് ബോധമില്ലാതെ വേണുവിന്റെ അടുത്തേക്ക് വന്ന ശേഷം അവനോട് പറയും, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന്. വേണു നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ബോധമില്ലാതിരുന്ന മുരളി പറയും, എനിക്ക് ഇന്ന് തന്നെ സംസാരിക്കണമെന്ന്. എന്നിട്ട് വേണുവിനോട് പറയും, എന്റെ അടുത്ത സിനിമയിലെ എല്ലാ പാട്ടും ഞാൻ തന്നെ കമ്പോസ് ചെയ്തോളാം എന്ന് മുരളി പറയും. കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന നിന്നെ കൊണ്ടൊക്കെ അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് വേണു മുരളിയെ ആക്ഷേപിക്കും. പാവം മുരളി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. മുരളിയെ അങ്ങനെ പറഞ്ഞതിൽ വേണുവിന് നല്ല വിഷമമുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ വേണു തന്റെ വീട്ടിന്റെ മുറ്റത്ത് നോക്കുമ്പോഴാണ് മുരളിയുടെ കാസറ്റ് എവിടെ കിടക്കുന്നത് അവൻ കാണുന്നത്. വേണു ഉടനെ അത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് തന്റെ ആ സിനിമയിലെ പാട്ട് മുരളിയാണ് കമ്പോസ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത്. വേണു ഉടനെ തന്നെ അവിടെ നിന്ന് സ്വാമിയുടെ ലോഡ്ജിലേക്ക് വരുമ്പോൾ സ്വാമി പറയും, മുരളി ഇന്നലെ തന്നെ ഇവിടെ നിന്ന് പോയി എന്ന്. വേണുവിന് അത് കേൾക്കുമ്പോൾ വലിയ വിഷമമാകും. അവിടെ നിന്ന് വിജയധനുഷിന്റെ അടുത്തേക്ക് ചെന്ന് അവന് നല്ല അടിയും കൊടുത്ത് സിനിമയിൽ നിന്ന് പറഞ്ഞേക്കും. ഇത്രയും കേട്ട ആ കാർ ഡ്രൈവർ ബാക്കി എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ വേണു പറയും, 1990 തുടക്കത്തോടു കൂടി എൻ്റെ സിനിമകൾ ഫ്ലോപ്പ് ആവാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സിനിമ ഫ്ലോപ്പായിരിക്കുന്ന സമയത്ത് മുരളി എന്നെ വിളിച്ചു. നീ അന്ന് എന്നെ കഴിവില്ല എന്നും പറഞ്ഞ് നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, സിനിമ ചെയ്യാൻ അറിയില്ലെങ്കിൽ വല്ല അരിവെക്കാനും പൊക്കൂടെ എന്ന് ചോദിച്ച് മുരളി വേണുവിനെ കളിയാക്കും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകും. തന്റെ സിനിമകളെല്ലാം തകർന്ന് വേണു ഒരു ദിവസം തന്റെ വൈഫിന്റെ ചികിത്സയ്ക്കായി സിനിമാ സംഘടന തരാമെന്ന് പറഞ്ഞ പണം വാങ്ങാനായി ഒരു ലോഡ്ജിൽ വരുമ്പോഴാണ് വേണു പിന്നെ വർഷങ്ങൾക്ക് ശേഷം മുരളിയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ കഥ അത്രയും പറയുമ്പോഴേക്കും ആ കാർ ഡ്രൈവർ വേണുവിനെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് വരും. വേണു അങ്ങനെ അവിടെ ഇറങ്ങി ആ വീട്ടിലുള്ള അയാളോട് മുരളിയെ പറ്റി അന്വേഷിക്കുമ്പോൾ മുരളി സാർ ഇവിടെ നിന്ന് സേലത്തേക്ക് പോയി എന്ന് പറയും. ആ കാർ ഡ്രൈവറുടെ അടുത്തേക്ക് വന്ന് പറയും, മുരളി സേലത്തേക്ക് പോയിരിക്കുകയാണ്, നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന്. അതിനുശേഷം വീണ്ടും കാർ ഡ്രൈവറോട് വേണു കഥ പറയാൻ തുടങ്ങി. ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ ലോഡ്ജിൽ വെച്ച് അവർ രണ്ടുപേരും പരസ്പരം കണ്ട ശേഷം അവർ തങ്ങളുടെ സൗഹൃദം വീണ്ടും പുതുക്കും. അപ്പോഴാണ് വേണു മുരളിയോട് പറയുന്നത്, എൻ്റെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, നീ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണമെന്ന്. അതിനുശേഷം മുരളിയും വേണുവും കൂടി തങ്ങളുടെ പഴയ കമ്പോസറായ കള്ളൻ വിജയ് ധനുഷ് മരിച്ച സ്ഥലത്തേക്ക് വരും. അതിനുശേഷം വേണു മുരളിയോട് പറയും, ഈ ചെറ്റ പ്രശസ്തനായത് നിന്റെ ഒറ്റ പാട്ട് കൊണ്ടാണ് എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ പ്രദീപ് എന്ന പേരുള്ള ഒരു പയ്യൻ വന്നിട്ട് ഞാൻ വേണു സാറിന്റെ വലിയ ആരാധകനാണെന്ന് പറയും. അതിനുശേഷം മുരളി പ്രദീപിനോട് പറയും, മോൻ എറണാകുളത്തേക്കാണെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിൽ കയറിക്കോ, ഞങ്ങളും എറണാകുളത്തേക്കാണ് എന്ന്. അങ്ങനെ പ്രദീപും അവരുടെ വണ്ടിയിൽ കയറും. എന്നാൽ മുരളി അപ്പോൾ വേണു തനിക്ക് വായിക്കാൻ തന്നെ സ്ക്രിപ്റ്റ് പ്രദീപിന് വായിക്കാൻ കൊടുക്കും. പ്രദീപ് അത് വായിച്ചു നോക്കിയ ശേഷം പറയും, സ്ക്രിപ്റ്റിലെ ഡയലോഗൊക്കെ ക്രിഞ്ചാണ്, പക്ഷെ കഥ സൂപ്പറാണ്, നമുക്കൊന്ന് റീവർക്ക് ചെയ്താൽ സെറ്റാക്കി എടുക്കാമെന്ന് പറയും. അതിനുശേഷം അവർ 3 പേരും കൂടി എങ്ങനെയെങ്കിലും ഈ സ്ക്രിപ്റ്റിന് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തണമെന്ന് തീരുമാനിക്കും. അങ്ങനെ അവർ ആ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തും. പ്രൊഡ്യൂസർ വന്ന് വേണുവിനോടും മുരളിയോടും സംസാരിക്കുകയും ആ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കെല്ലാം സ്റ്റാർട്ടാവുകയും ചെയ്യും. അങ്ങനെ എല്ലാം സ്മൂത്തായി പോവുകയാണ്. വേണുവും മുരളിയും ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അവരുടെ പ്രൊഡ്യൂസറിനെ ഏതോ ഒരു കേസിൽപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്ന ന്യൂസ് അവർ കാണുന്നത്. എന്നാൽ അതോടുകൂടി ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വരികയും അവരെല്ലാവരും തന്നെ വിഷമത്തോടു കൂടി പിരിയുകയും ചെയ്യും. അങ്ങനെ ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്ന വിഷമത്തിൽ മുരളി നിൽക്കുമ്പോഴാണ് യാദൃച്ഛികമായി അവന്റെ പഴയ ലവറായ രവീനയെ ഒരു ബ്രിഡ്ജിൽ വെച്ച് മീറ്റ് ചെയ്യുന്നത്. രവീന അവനെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് രവീന പറയും, അന്ന് നിന്നെ കണ്ടതിന് ശേഷം ഞാൻ ആ റിലേഷനെല്ലാം ഉപേക്ഷിച്ച് കോളേജ് ഹോസ്റ്റലിലേക്ക് മാറിയെന്ന്. അപ്പോൾ തൻ്റെ കല്യാണം കഴിഞ്ഞു, മക്കൾ രണ്ടുപേരും കാനഡയിലാണെന്ന് പറയും. മുരളി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ രവീന തൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് മുരളിയുടെ സിനിമ മുടങ്ങിയ കാര്യം പറയും. രവീനയുടെ ഹസ്ബൻഡ് മുരളിയെ വിളിച്ച് പറയും, നിങ്ങളുടെ മുടങ്ങിപ്പോയ സിനിമയ്ക്ക് ഞാനൊരു പ്രൊഡ്യൂസറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെ വേണുവും മുരളിയും ആ റിസോർട്ടിന് മുന്നിൽ നിൽക്കുമ്പോൾ ആ പ്രൊഡ്യൂസർ അങ്ങോട്ടേക്ക് വരും. വേണുവിന്റെ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറുടെ മകനായിരുന്നു ഈ പ്രൊഡ്യൂസർ. അങ്ങനെ കഥയൊക്കെ വായിച്ച ശേഷം അവർക്ക് സിനിമ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും തുടങ്ങും. അങ്ങനെ ആ പുതിയ സിനിമയുടെ പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. എല്ലാ പാട്ടുകളും ചെയ്യുന്നത് മുരളി തന്നെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രൊഡ്യൂസർ വന്ന് വേണുവിനോട് പറയും. എന്നാൽ പ്രൊഡ്യൂസർ പറയും, ഈ സിനിമയുടെ കഥയെല്ലാം കൊള്ളാം, പക്ഷെ ഇത് ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു സ്റ്റാർ കാസ്റ്റ് വേണമെന്ന്. അങ്ങനെയാണ് അവർ 6 സിനിമ പൊട്ടിയിരിക്കുന്ന നിതിൻ പോളിയെ ഈ സിനിമയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. തന്റെ കഴിഞ്ഞ 6 സിനിമകളും പൊട്ടിയിരിക്കുകയാണെങ്കിലും നിതിൻ പോളി ആളൊരു ജാട പീസാണ്. അങ്ങനെ വേണുവിൻ്റെയും മുരളിയുടെയും സിനിമാ സെറ്റിലേക്ക് വന്ന നിതിൻ പോളി ഫുള്ള് ജാടയിട്ട് അവരോടൊന്നും വലിയ മൈൻഡ് ഇല്ലാതെ നിൽക്കും.
അങ്ങനെ സിനിമയുടെ ഷൂട്ട് തുടങ്ങും. എന്നാൽ ഷൂട്ട് തുടങ്ങി നിതിൻ മോളി അഭിനയിക്കുമ്പോൾ നിതിൻ മോളിയുടെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അവൻ നന്നായി അഭിനയിച്ചു എന്ന് പറയുമ്പോൾ നിതിൻ മോളിക്ക് ഡയറക്ടറായ വേണുവിനോട് വലിയ ഇഷ്ടം തോന്നും. അങ്ങനെ മുരളിയുടെയും വേണുവിൻ്റെയും സിനിമയുടെ ഷൂട്ടിംഗ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രൊഡ്യൂസറിന് ഹാർട്ട് അറ്റാക്ക് വരികയും പ്രൊഡ്യൂസറുടെ മകൾ ഇനി അച്ഛൻ്റെ കയ്യിൽ പണമൊന്നും സിനിമ പിടിക്കാനില്ല എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും അവർക്ക് അവരുടെ സിനിമ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഇത്രയും കഥ വേണു ആ ഡ്രൈവറിനോട് പറഞ്ഞ ശേഷം പറയും, സിനിമ നിന്നതോടുകൂടി മുരളി പിന്നെ എങ്ങോട്ടോ പോയി എന്ന്. ഇത്രയും കേട്ട ഡ്രൈവർ ബാക്കി കഥ പറയാൻ വേണുവിനോട് പറയും. എന്നാൽ സിനിമ നിന്ന വിഷമത്തിൽ കുടിച്ച് ബോധമില്ലാതായ നിതിൻ പോളി സിനിമയിൽ എൻ്റെ തകർച്ച കാണാൻ കുറേ അധികം പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് രാത്രി ബോധമില്ലാതെ എന്തൊക്കെയോ പറയും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ലൈവായി പോവുകയും അത് ആളുകൾ ഏറ്റെടുക്കുകയും നിതിൻ മോളി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ആളുകൾ നിതിൻ മോളിയെ സപ്പോർട്ട് ചെയ്യുകയും നിതിൻ മോളി പെട്ടെന്ന് സോഷ്യൽ മീഡിയ സ്റ്റാർ ആവുകയും ചെയ്യും. അപ്പോഴേക്കും ആ പ്രൊഡ്യൂസർ തൻ്റെ ആരോഗ്യമൊക്കെ ഓക്കെ ആയി വരുമ്പോഴേക്കും നിതിൻ പോളി സോഷ്യൽ മീഡിയ സ്റ്റാർ ആയതുകൊണ്ട് മാത്രം ആ സിനിമയുടെ റൈറ്റ്സ് എല്ലാം വളരെ വലിയ വിലയ്ക്ക് തന്നെ കമ്പനികൾ വാങ്ങിക്കും. ഇങ്ങനെ വീണ്ടും ആ സിനിമ ആക്റ്റീവ് ആകും. എന്നാൽ മുരളിയാകട്ടെ താൻ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ ആ സിനിമയിലെ എല്ലാ പാട്ടുകളും കമ്പോസ് ചെയ്ത് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ആ ഡ്രൈവർ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ വേണു പറയും, എൻ്റെ സിനിമയുടെ റിലീസായിരുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ ആ ഡ്രൈവർ ഞെട്ടും. എന്നാൽ വേണുവിൻ്റെയും മുരളിയുടെയും സിനിമ വമ്പൻ ഹിറ്റാവും, ആളുകളെല്ലാം ഏറ്റെടുക്കും. ഒടുവിൽ ആ ഡ്രൈവറും വേണുവും കൂടി മുരളിയുള്ള സ്ഥലത്തേക്ക് എത്തും. വേണു അങ്ങനെ മുരളിയുടെ അടുത്ത് പോയി നമ്മളുടെ സിനിമ സക്സസ് ആണ് എന്ന് പറയും. അതിനുശേഷം അവർ 3 പേരും കൂടി അടുത്തുള്ള തിയേറ്ററിലേക്ക് പോകും. തിയേറ്ററിലെത്തി തിയേറ്ററിന്റെ വാതിലിന് അടുത്ത് നിൽക്കുമ്പോൾ തിയേറ്ററിനുള്ളിലെ ആരവം കേൾക്കുമ്പോൾ അവർക്ക് 2 പേർക്കും തങ്ങളുടെ സിനിമ ഹിറ്റാണെന്ന് മനസ്സിലാകും. ഈ ഒരു സീനോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.